ഹായ്, +1 ഇക്കണോമിക്സിലെ 5ാമത്തെ ചാപ്റ്റർ ഇന്ത്യയിലെ മാനവ മൂലധന രൂപീകരണം. ഈ പേര് കേട്ടിട്ടൊരു പേടിയും വേണ്ട. വളരെ പ്രധാനപ്പെട്ട, അതേസമയം സിമ്പിളായി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ചാപ്റ്ററാണിത്. നാളെ പരീക്ഷയാണല്ലേ, ഒന്നും പഠിക്കാൻ പറ്റിയില്ല എന്നൊരു ടെൻഷൻ മനസ്സിലുണ്ടാവും. ഒരു പേടിയും വേണ്ട. അടുത്ത കുറച്ച് മിനിറ്റ് നിങ്ങൾ എന്റെ കൂടെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഈ ചാപ്റ്റർ നമ്മൾ സെറ്റാക്കും. റെഡിയല്ലേ? അപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം ഈ ഹ്യൂമൻ ക്യാപിറ്റൽ അഥവാ മാനവ മൂലധനം എന്താണെന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കും. പിന്നെ അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് നോക്കും. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന, നിങ്ങൾക്ക് മാർക്ക് പോകാൻ സാധ്യതയുള്ള കുറച്ച് വ്യത്യാസങ്ങളുണ്ട്, അത് നമ്മൾ ക്ലിയർ ചെയ്യും. അവസാനം നമ്മുടെ രാജ്യത്തിന് ഇത് എന്തിനാണ് ഇത്ര പ്രധാനം, നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്നൊക്കെ നോക്കും. അപ്പോൾ നമുക്ക് തുടങ്ങിയ ഈ ഒരു ചിത്രം നോക്കിയേ. 2 കൃഷിയിടങ്ങളും കാണാൻ ഒരുപോലെയാണല്ലേ? പക്ഷെ ഒന്നിൽ നല്ല വിളവുണ്ട്, മറ്റേതിൽ കുറവാണ്. എന്തായിരിക്കും കാരണം? ആ കാണുന്ന ട്രാക്ടർ മാത്രമല്ലാട്ടോ വ്യത്യാസം. ആ ട്രാക്ടർ ഓടിക്കുന്ന ആളുടെ അറിവ്, അയാളുടെ കഴിവ്, അതാണ് യഥാർത്ഥ വ്യത്യാസം. ആ കഴിവിനെയും അറിവിനെയുമൊക്കെയാണ് നമ്മൾ വളരെ സിമ്പിളായി മാനവ മൂലധനം എന്ന് വിളിക്കുന്നത്. അതായത് മനുഷ്യന്റെ ഉള്ളിലുള്ള മൂലധനം. അപ്പോ എന്താണ് ഈ മാനവ മൂലധന രൂപീകരണം? പേര് കേട്ട് പേടിക്കണ്ട, വളരെ സിമ്പിളാണ്. നിങ്ങളെപ്പോലുള്ള സ്റ്റുഡൻസിനെ നല്ല വിദ്യാഭ്യാസം, നല്ല ആരോഗ്യം, ട്രെയിനിംഗ് ഒക്കെ കൊടുത്ത് ഭാവിയിലെ മിടുക്കരായ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ടീച്ചർമാരുമൊക്കെ ആക്കി മാറ്റുന്നൊരു പ്രോസസ്സില്ലേ, അതുതന്നെയാണ് സംഭവം. അതായത് സാധാരണ മനുഷ്യരെ നമ്മുടെ രാജ്യത്തിന് മുതൽക്കൂട്ടാവുന്ന ഒരു അസറ്റാക്കി മാറ്റുന്ന പ്രക്രിയ. റൈറ്റ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ ഒരു ഷുവർ ക്വസ്റ്റ്യനാണ്. മാനവ മൂലധനത്തിന്റെ ഉറവിടങ്ങൾ, അല്ലെങ്കിൽ സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. 5 മാർക്കിന് വരെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ ഇതാണ് ആ 5 കാര്യങ്ങൾ. 1. വിദ്യാഭ്യാസത്തിലുള്ള നിക്ഷേപം. നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ അറിവും കഴിവും കൂടുന്നു, അതുവെച്ച് നല്ല ജോലി കിട്ടും, ശമ്പളം കൂടും. സിമ്പിൾ. 2. ആരോഗ്യത്തിലുള്ള നിക്ഷേപം. നല്ല ആരോഗ്യമുണ്ടെങ്കിലല്ലേ നമുക്ക് നന്നായി പണിയെടുക്കാൻ പറ്റൂ, അസുഖമൊന്നുമില്ലാതെ ജോലിക്ക് പോകാൻ പറ്റൂ. 3. തൊഴിൽ പരിശീലനം, അതായത് ഓൺ ദ ജോബ് ട്രെയിനിങ്. ഒരു ജോലിയിൽ കയറിയ ശേഷം കമ്പനി തരുന്ന ട്രെയിനിങ് നമ്മുടെ സ്കിൽ കൂട്ടും. പിന്നെ വരുന്ന 2 കുടിയേറ്റവും വിവരങ്ങളിലുള്ള നിക്ഷേപവും. ഈ 5 കാര്യങ്ങളും ഒരു വ്യക്തിയുടെ ജോലി ചെയ്യാനുള്ള കഴിവിനെ, അതായത് ഉൽപ്പാദനക്ഷമതയെ കൂട്ടാൻ സഹായിക്കുന്നു. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റുണ്ട്. നമ്മൾ പഠിക്കാൻ വേണ്ടിയും നമ്മുടെ ആരോഗ്യത്തിനു വേണ്ടിയും മുടക്കുന്ന പണമില്ലേ, അത് വെറുമൊരു ചെലവായിട്ട് കാണരുത്. അതൊരു നിക്ഷേപമാണ്, ഒരു ഇൻവെസ്റ്റ്മെന്റ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഫാക്ടറിയുടെ ഉടമ പുതിയൊരു മെഷീൻ വാങ്ങുന്നത് എന്തിനാ? ഭാവിയിൽ കൂടുതൽ സാധനങ്ങൾ ഉണ്ടാക്കി കൂടുതൽ ലാഭം നേടാൻ. അതുപോലെ തന്നെയാണ് നമ്മൾ വിദ്യാഭ്യാസത്തിൽ പണം മുടക്കുന്നത്. എന്തിന്? ഭാവിയിൽ കൂടുതൽ വരുമാനം നേടാൻ വേണ്ടി. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് സാധാരണയായിട്ട് കുട്ടികൾക്ക് മാർക്ക് നഷ്ടപ്പെടുന്ന ഒരു ഏരിയയിലേക്കാണ്. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന 2 കാര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നമുക്കതങ്ങ് ക്ലിയർ ആക്കാം. ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ. പരീക്ഷയ്ക്ക് ഉറപ്പായും വരുന്നൊരു ചോദ്യമാണ്. ഭൗതിക മൂലധനവും ഫിസിക്കൽ ക്യാപിറ്റൽ, മാനവ മൂലധനവും ഹ്യൂമൻ ക്യാപിറ്റലും തമ്മിലുള്ള വ്യത്യാസം. ഭൗതിക മൂലധനം എന്ന് പറഞ്ഞാൽ എന്താ? ഫാക്ടറി, മെഷീനുകൾ, ഇതൊക്കെ നമുക്ക് കാണാനും തൊടാനും പറ്റും. മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാനും വാങ്ങാനും പറ്റും. എന്നാൽ മാനവ മൂലധനം അങ്ങനെയല്ല. ഒരു ഡോക്ടറുടെ കഴിവ്, അത് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. ആ കഴിവിനെ ഡോക്ടറിൽ നിന്ന് വേർപെടുത്താൻ പറ്റുമോ? അതും പറ്റില്ല. നമുക്ക് ഡോക്ടറുടെ സേവനം വാങ്ങാം, പക്ഷേ ഡോക്ടറെയോ അദ്ദേഹത്തിന്റെ കഴിവിനെയോ വാങ്ങാൻ പറ്റില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. ഓർത്തുവെക്കുക. ഇതാ വരുന്നു അടുത്തൊരു കൺഫ്യൂസിംഗ് പോയിന്റ്. മാനവ മൂലധനവും ഹ്യൂമൻ ക്യാപിറ്റൽ, മാനവ വികസനവും ഹ്യൂമൻ ഡെവലപ്മെന്റും തമ്മിലുള്ള വ്യത്യാസം. ഇത് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. മാനവ മൂലധനം എന്ന കോൺസെപ്റ്റ് പറയുന്നത്, ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ അവർ നല്ല തൊഴിലാളികളാവും, രാജ്യത്തിന് കൂടുതൽ ഉൽപ്പാദനമുണ്ടാക്കാമെന്നാണ്. അതായത് മനുഷ്യനെ പ്രൊഡക്ഷൻ കൂട്ടാനുള്ള ഒരു ടൂൾ അല്ലെങ്കിൽ ഉപകരണമായിട്ടാണ് അവിടെ കാണുന്നത്. എന്നാൽ മാനവ വികസനം എന്ന ആശയം പറയുന്നത് അങ്ങനെയല്ല. അത് പറയുന്നത് വിദ്യാഭ്യാസം ഓരോ മനുഷ്യന്റെയും അവകാശമാണ്. നല്ലൊരു ജീവിതം നയിക്കാൻ അത് അത്യാവശ്യമാണെന്നാണ്. ഇവിടെ മനുഷ്യനൊരു ഉപകരണമല്ല, മനുഷ്യൻ തന്നെയാണ് ലക്ഷ്യം. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. എന്താണ് മാനവ മൂലധനം, അതിൻ്റെ ഉറവിടങ്ങൾ, പ്രധാന വ്യത്യാസങ്ങൾ. പക്ഷേ ഇന്ത്യൻ എക്കണോമിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ ചാപ്റ്ററിന് എന്താണ് ഇത്ര പ്രസക്തി? നമുക്ക് നോക്കാം. ഈ കണക്കുകളിലേക്കൊന്ന് നോക്കിയേ. 1951 ഇന്ത്യയിലെ സാക്ഷരതാ നിരക്ക് വെറും 17% താഴെയായിരുന്നു. അന്ന് നമ്മുടെ ആളോഹരി വരുമാനം 7600 രൂപയായിരുന്നു. എന്നാൽ 2015 ആയപ്പോഴേക്കും എന്ത് സംഭവിച്ചു? സാക്ഷരത 76% കൂടി. അപ്പോൾ വരുമാനമോ? അത് 72,000 രൂപയ്ക്ക് മുകളിലായി. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? വിദ്യാഭ്യാസം കൂടുമ്പോൾ ജനങ്ങൾക്ക് കഴിവ് കൂടും, അവർക്ക് നല്ല ജോലി കിട്ടും, വരുമാനം കൂടും. ഇത് രാജ്യത്തിന്റെ മൊത്തം വരുമാനത്തെയും ഉയർത്തും. അപ്പോൾ ഇവ തമ്മിൽ നേരിട്ടുള്ളൊരു ബന്ധമുണ്ട്. ഇന്നത്തെ ഈ പുതിയ ലോകത്ത്
ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് അവിടുത്തെ ഫാക്ടറികളോ കൃഷിയിടങ്ങളോ ഒന്നുമല്ല, മറിച്ച് അറിവും കഴിവുമുള്ള അവിടുത്തെ ജനങ്ങളാണ്. അതുകൊണ്ടാണ് ലോകബാങ്ക് പോലെയുള്ള വലിയ സ്ഥാപനങ്ങൾ പോലും പറയുന്നത് ഇന്ത്യയുടെ ഭാവി വളർച്ചയുടെ എഞ്ചിൻ എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റൽ തന്നെയായിരിക്കുമെന്ന്. അപ്പോൾ ഇതിന്റെ പ്രാധാന്യമൊക്കെ നമുക്ക് മനസ്സിലായി. പക്ഷേ ഇന്ത്യ ഈ കാര്യത്തിൽ ശരിക്കും എവിടെയാണ് നിൽക്കുന്നത്? നമുക്കൊന്ന് യാഥാർത്ഥ്യത്തിലേക്ക് വരാം. ഇവിടെയാണ് നമ്മൾ ചില പ്രധാനപ്പെട്ട വെല്ലുവിളികൾ നേരിടുന്നത്. 1964 കോത്താരി കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ശുപാർശ ചെയ്തതെന്താണെന്നറിയോ? ഇന്ത്യയുടെ മൊത്തം വരുമാനത്തിന്റെ, അതായത് GDPയുടെ ഒരു 6% വിദ്യാഭ്യാസത്തിനു വേണ്ടി മാറ്റിവെക്കണം എന്നായിരുന്നു. പക്ഷേ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും നമ്മൾ ഇപ്പോഴും ഏകദേശം 4% താഴെയാണ് ചിലവഴിക്കുന്നത്. ഈ ഒരു കുറവ് സ്വാഭാവികമായും നമ്മുടെ സ്കൂളുകളുടെയും കോളേജുകളുടെയും ക്വാളിറ്റിയെ ബാധിക്കുമല്ലേ? ആ പണം ചിലവഴിക്കുന്നതിലെ കുറവ് മാത്രമല്ല നമ്മുടെ പ്രശ്നം. വേറെയും ചില പ്രധാന വെല്ലുവിളികളുണ്ട്. ഒന്ന്, ഇപ്പോഴും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസ കാര്യത്തിൽ ചെറിയൊരു അന്തരം നിലനിൽക്കുന്നുണ്ട്. 2, ഗ്രാമങ്ങളിലുള്ള പല കുട്ടികൾക്കും ഉന്നത വിദ്യാഭ്യാസം എന്നത് ഒരു സ്വപ്നമായിട്ട് മാറുന്നു. പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം, പഠിച്ചിറങ്ങുന്ന ഒരുപാട് പേർക്ക് അവരുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി കിട്ടുന്നില്ല എന്നതാണ്. ഇതിനെയാണ് നമ്മൾ വിദ്യാസമ്പന്നരുടെ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. ശരി, അപ്പം നമുക്കിതെല്ലാം കൂടി ഒന്ന് ചുരുക്കാം. നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടിയും ഇന്ത്യയുടെ ഭാവിയെപ്പറ്റി മനസ്സിലാക്കാനും വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്താണെന്ന് നോക്കാം. ഈ ഒരു ചാപ്റ്ററിന്റെ ആകത്തുക ഇതാണ്: നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും നമ്മൾ എത്രത്തോളം പണം മുടക്കുന്നുവോ അതാണൊരു ശക്തമായ, സമ്പന്നമായ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കാനുള്ള ഏറ്റവും നല്ല വഴി. ഓരോ വ്യക്തിയുടെയും നല്ല ജീവിതം രാജ്യത്തിന്റെ വളർച്ചയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിച്ചു തീർക്കുമ്പോൾ ഈ ഒരു കാര്യം കൂടി മനസ്സിൽ വെക്കുക. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഈ വലിയ യുവശക്തിക്ക് ശരിയായ വിദ്യാഭ്യാസവും ആരോഗ്യവും കൊടുത്ത് ഒരു വലിയ മാനവ മൂലധനമാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ലോകശക്തിയാകുന്നതിൽ നിന്ന് പിന്നെ ആർക്കും തടയാൻ കഴിയില്ല. അതെങ്ങനെയാണ് നമ്മൾ സാധിച്ചെടുക്കുക എന്നതാണ് നമ്മുടെ എല്ലാ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം. എല്ലാവർക്കും പരീക്ഷയ്ക്ക് എൻ്റെ എല്ലാവിധ വിജയാശംസകളും.